Critical appreciation of the poem Sunrise on the Hills. എങ്ങനെ നമുക്കൊരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാമെന്ന് ഇഫ് എന്ന പോയമിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ്റെ ആ നോട്ട്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്കപ്പോൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ കാണും. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ച മറ്റൊരു പോയമാണ് ഡെത്ത് ദ ലെവലർ. ആ ഡെത്ത് ദ ലെവലർ എന്ന പോയമിൻ്റെ അപ്രീസിയേഷൻ നോട്ട്സിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. +1 ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കണ്ട് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നേരത്തെ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. The poem Sunrise on the Hills is written by the famous American poet Henry Wadsworth Longfellow. അപ്രീസിയേഷൻ എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് പോയമാണ്, പോയറ്റ് ആരാണ്, എന്താണ് തീം, അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എഴുതണം. The poem Sunrise on the Hills is written by the famous American poet Henry Wadsworth Longfellow. പോയറ്റിൻ്റെ പേര് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. അങ്ങനെ ഇച്ചിരി ലോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല. കുറച്ച് നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ഇംപ്രഷൻ കിട്ടും. അല്ല എങ്കിൽ HW Longfellow എന്ന് ഷോർട്ടായിട്ട് എഴുതിയാലും മതി. The beautiful lyric extols the beauty of nature and how nature can comfort you when you are in trouble or difficulty. ഈ പോയമിൻ്റെ തീം അല്ലെങ്കിൽ മെസ്സേജാണ് ഈ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. ദ ബ്യൂട്ടിഫുൾ ലിറിക്, ഈ മനോഹരമായ വരികൾ, ഈ ഗാനത്തിൻ്റെ വരികൾ, ദാറ്റ് എക്സ്റ്റോൾസ് മീൻസ് പ്രൈസസ്, പുകഴ്ത്തുകയാണ്. ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഹൗ നേച്ചർ ക്യാൻ കംഫർട്ട് യു, ആ പ്രകൃതിയുടെ മനോഹാരിത, അതുപോലെ ഹൗ നേച്ചർ ക്യാൻ കംഫർട്ട് യു, എങ്ങനെ പ്രകൃതിക്ക് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയും. വെൻ യു ആർ ഇൻ ട്രബിൾ ഓർ ഡിഫിക്കൽട്ടി, നമ്മൾ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ പ്രകൃതി നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് ഈ പോയമിലൂടെ പോയറ്റ് പറയുന്നത്. In the first stanza, the poet stands upon the hills when the sky is glorious with the rays of the rising sun. ഫസ്റ്റ് സ്റ്റാൻസയിൽ അല്ലെങ്കിൽ ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ പോയറ്റ് സ്റ്റാൻഡ്സ് അപ്പോൺ ദ ഹിൽസ്, പോയറ്റ് ആ ഹിൽസ് കുന്നിൻ മുകളിൽ നിൽക്കുകയാണ്. വെൻ ദ സ്കൈ ഈസ് ഗ്ലോറിയസ് വിത്ത് ദ റേസ് ഓഫ് ദ റൈസിങ് സൺ, ആ സമയത്ത് റൈസിങ് സൺ, ഉദയസൂര്യൻ്റെ റേസ്, രശ്മികൾ തട്ടി ആകാശം വളരെ മനോഹരമായി ഗ്ലോറിയസ് ആയിരിക്കുന്നു. ദ ഫോറസ്റ്റ് ആർ ബ്രൈറ്റൻഡ്, കാടുകൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്നു, ബ്രൈറ്റൻഡ്. മൈൽഡ് ബ്രീസസ് ആർ കിസ്സിങ് ദ സൺ ക്ലാഡ് വെയിൽസ്, മൈൽഡ് ബ്രീസസ്, ഇളം കാറ്റുകൾ, ദേ ആർ കിസ്സിങ് ദ സൺ ക്ലാഡ് വെയിൽസ്. സൺ ക്ലാഡ് വെയിൽസ് മീൻസ് സൂര്യപ്രകാശം പുതച്ച് നിൽക്കുന്ന ആ വെയിൽസ്, വാലീസിനെ ഇളം കാറ്റുകൾ കിസ് ചെയ്യാൻ പോകുന്നു. ദ ക്ലൗഡ്സ് ആർ അണ്ടർ ഹിം ആൻഡ് ദേ ആർ ബേത്ത്ഡ് ഇൻ ലൈറ്റ്, അദ്ദേഹം കുന്നിൻ മുകളിലായതുകൊണ്ട് ഇപ്പോൾ ക്ലൗഡ്സ് എല്ലാം അദ്ദേഹത്തിന് താഴെയാണ്. ദ ക്ലൗഡ്സ് ആർ അണ്ടർ ഹിം ആൻഡ് ദേ ആർ ബേത്ത്ഡ് ഇൻ ലൈറ്റ്, ലൈറ്റിൽ കുളിച്ച് നിൽക്കുകയാണ് മേഘങ്ങൾ. നൗ ദ മിസ്റ്റ് ക്ലിയേഴ്സ് അവേ ആൻഡ് ദ മൗണ്ടൻ പീക്സ് അപ്പിയർ, ഇപ്പോൾ ആ മൂടൽ മഞ്ഞെല്ലാം ആ ലൈറ്റ് പ്രകാശം തട്ടി എല്ലാം മാഞ്ഞു പോകുന്നു. ആൻഡ് ദ മൗണ്ടൻ പീക്സ് അപ്പിയർ, നമുക്ക് ആ മലയുടെ പീക്ക്, മുകൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും. Soon he sees the rich valley and the flowing river. ഉടൻ തന്നെ അദ്ദേഹം ആ റിച്ച് വാലി കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഫ്ലോയിങ് റിവർ, എ റിവർ ഈസ് ഫ്ലോയിങ്. ആസ് ദ ഡോൺ ബ്രേക്സ് ഇൻ ടു മോർണിംഗ്, ബേർഡ്സ് ഫ്ലൈ അവേ ചിർപ്പിംഗ് നോയ്സ്ലി. ഡോൺ ബ്രേക്സ് ഇൻ ടു മോർണിംഗ് എന്ന് പറഞ്ഞാൽ, ഡോൺ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്, പ്രഭാതം പൊട്ടിവിടരുന്നു. ബേർഡ്സ് ഫ്ലൈ അവേ, chirping noisily. Chirping means making sounds. അവർ ബേർഡ്സ് എല്ലാം ഒച്ചയുണ്ടാക്കി അങ്ങനെ പറന്നു പോകുന്നു. In the first stanza, the poet says about the things that he could see when he was standing on the hills. ആ കുന്നിൻ മുകളിൽ നിന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിലും പ്രധാനമായിട്ട് ഈ പോയറ്റ് പറയുന്നത്. The heavens wide arch, that is the sky, the woods, the sun-clad vales, the clouds, the peak of the mountains,
glowing valley, the river flowing, the cascade, noisy bittern, etc. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പോയറ്റിന് കാണാൻ സാധിച്ചു. ഇത് തന്നെ ഒരു ഷോർട്ട് പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ദ പോയറ്റ് സോ വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽസ്? അപ്പോൾ അതിൻ്റെ ആൻസർ അറിയാമല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. The second stanza speaks about the sounds he heard while watching the blue lake. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് ആ പോയറ്റ് അവിടെ നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹം കേട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഹീ ഹേർഡ് ദ കറണ്ട് ഓഫ് വാട്ടർ വേൾ ആൻഡ് ഫ്ലാഷ്. അങ്ങ് അകലെ ആ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളച്ചാട്ടം. ആ ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം അങ്ങനെ ചാടി വരുന്ന ആ ഒരു സൗണ്ട്, വേൾ ആൻഡ് ഫ്ലാഷ്, അദ്ദേഹം അത് കേട്ടു. He heard the music of the village bell that sweetly echoes in the hills. പിന്നെ കേട്ട മറ്റൊരു കാര്യം മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. അങ്ങ് അകലെ ആ വില്ലേജിൽ നിന്നും, അവിടെ ഒരു ചേർച്ചിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ വന്ന ആ ഒരു ബെൽ, അതിൻ്റെ സൗണ്ട് ദാറ്റ് ഈസ് സ്വീറ്റ്ലി എക്കോയിങ് ഇൻ ദ ഹിൽസ്. ആ ഹില്ലിൽ അങ്ങനെ അത് എക്കോ ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. The voice of the wild horn filled the woodland. ആ ഒരു വുഡ്, ചെറിയ ആ ഒരു ഫോറസ്റ്റിനെ മുഴുവനും ആ വോയിസ് ഓഫ് ദ വൈൽഡ് ഹോൺ മീൻസ് ഔൾ. വൈൽഡ് ഹോൺ, കാട്ടിലെ മുങ്ങയുടെ ആ ശബ്ദം ആ കാട് മുഴുവനും തിങ്ങി നിന്നു. ആ ശബ്ദം എക്കോ ചെയ്യുകയായിരുന്നു. The smoke arises from the huts in the valley. അവിടെ ആ വാലി, താഴ്വരയിൽ അവിടെ എവിടെന്നോ നിന്ന് സ്മോക്ക്, പുക അങ്ങനെ ഉയർന്നു വരുന്നത് ആ പോയറ്റ് കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റാൻസയിലുള്ളത്. അപ്പോൾ ഇതിൽ പോയറ്റ് കേട്ട കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. വാട്ട് ആർ ദ തിങ്സ് ദ പോയറ്റ് ഹേർഡ് വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽസ്? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഈ രണ്ട് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നു. ഒന്ന്, വാട്ട് ആർ ദ തിങ്സ് ദ പോയറ്റ് സോ വെൻ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ? Next one, what are the things the poet heard when he was standing on the hill? Okay, let's move on to the next stanza. The third and final stanza carries the essence of the entire poem. ഈ പോയമിൻ്റെ മുഴുവൻ എസൻസും ഈ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ തേർഡ് സ്റ്റാൻസയിലാണ് അടങ്ങിയിരിക്കുന്നത്. The poet says, if you are tired and troubled with the problems and sorrows that you want to forget, you must certainly visit the forest and hills. Then you will feel relaxed. ഈ പോയമിൻ്റെ തീം അല്ലെങ്കിൽ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാലും നമുക്ക് ഈ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ദ പോയറ്റ് സേസ്, ഇഫ് യു ആർ ടയേർഡ് ആൻഡ് ട്രബിൾഡ് വിത്ത് പ്രോബ്ലംസ് ആൻഡ് സോറോസ് ദാറ്റ് യു വാണ്ട് ടു ഫോർഗെറ്റ്. നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യു മസ്റ്റ് സെർട്ടൻലി വിസിറ്റ് ദ ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്. എങ്കിൽ നിങ്ങൾ തീർച്ചയായും കാടുകളിലും മലകളുമെല്ലാം വിസിറ്റ് ചെയ്യണം. ദെൻ യു വിൽ ഫീൽ റിലാക്സ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തതായി ഫീൽ ചെയ്യും. ദ മെസ്സേജ് ഓഫ് ദ പോം ഈസ് ക്ലിയർ. അപ്പോൾ ഈ പോയമിൻ്റെ മെസ്സേജ് ക്ലിയർ ആയില്ലേ? Go to nature to forget your sorrows and troubles. നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറക്കണമെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് പോകുക. A glorious sunrise can enlighten the gloomiest person with hope and optimism. A glorious sunrise, വളരെ മനോഹരമായൊരു സൂര്യോദയം, can enlighten the gloomiest person, വളരെ ഗ്ലൂമിയായി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരാളെ എൻലൈറ്റൻ ചെയ്യാൻ, അയാളെ ഒന്ന് പ്രകാശിപ്പിക്കാൻ ആ ഒരു മനോഹരമായ സൂര്യോദയത്തിന് കഴിയും. വിത്ത് ഹോപ്പ് ആൻഡ് ഓപ്റ്റിമിസം, പ്രതീക്ഷയോടും ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസവും അദ്ദേഹത്തിന് നൽകും. The poet has used exquisite phrases to depict the sights, sounds and movements of the nature. The poet has used exquisite phrases. Exquisite means very beautiful. വളരെ മനോഹരമായ ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ടു ഡെപ്പിക്ട് ദ സൈറ്റ്സ്. ഡെപ്പിക്ട് മീൻസ് പിക്ചറൈസ് ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി. ഏതൊക്കെ കാര്യങ്ങൾ? സൈറ്റ്സ്, കുറച്ച് കാഴ്ചകൾ, സൗണ്ട്സ്, കുറച്ച് ശബ്ദങ്ങൾ, ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ നേച്ചർ. ഇതിൽ കുറേ മൂവ്മെൻറ്റ്സ് പറയുന്നുണ്ട് അല്ലേ? ബേർഡ്സ് മൂവ് ചെയ്യുന്നുണ്ട്, സ്മോക്ക് വരുന്നുണ്ട്, അപ്പോൾ അതുപോലെ വാട്ടർഫോൾസിൻ്റെ ആ വെള്ളം മൂവ് ചെയ്യുന്നുണ്ട്, റിവർ ഫ്ലോയിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ
ഒന്ന് ഡെപ്പിക്റ്റ് ചെയ്യുന്നതിനുണ്ട്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് എക്സ്ക്യൂസിറ്റ് ഫ്രേസസ്, ബ്യൂട്ടിഫുൾ ഫ്രേസസ്. ഹി ഹാസ് യൂസ്ഡ് മെനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ടു ഹൈലൈറ്റ് ദിസ് തീം. ഈ തീമിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഓരോ ലൈനിലും ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണെന്നുള്ള എല്ലാം ഞാൻ സൺറൈസ് ഓൺ ദ ഹിൽസ് ആ പോയമിൻ്റെ അനാലിസിസ് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ആ പോയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നെക്സ്റ്റ് ആൻസർ, ദ പോയം ഈസ് ഹൈലി മ്യൂസിക്കൽ. ഈ പോയം വളരെ മ്യൂസിക്കലായിട്ടുള്ളൊരു പോയമാണ്. ദ റൈമിംഗ് കപ്ലെറ്റ്സ് ആർച്ച്, മാർച്ച്, ഗെയിൽസ്, വെയിൽസ് എക്സെട്ര ഗിവ് മെലോഡിയസ് ക്വാളിറ്റി ടു ദ പോം. റൈമിംഗ് കപ്ലെറ്റ്സ് അതായത് റൈമിംഗ് വേർഡ്സ്, അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് പറയാം ദാറ്റ് ഗീവ് മെലോഡിയസ് ക്വാളിറ്റി ടു ദ പോം. മെലോഡിയസ് മീൻസ് നമുക്ക് കേൾക്കാൻ വളരെ മധുരമായ ഒരു മെലോഡിയസ് ക്വാളിറ്റി ഈ പോയമിന് നൽകുന്നു. ഇറ്റ് ഹാസ് എ ഫൈൻ റിഥം. ഇതിന് നല്ലൊരു റിഥമുണ്ട്. അലിറ്ററേഷൻ ആഡ്സ് ടു ദ മ്യൂസിക്കൽ ക്വാളിറ്റി. അലിറ്ററേഷൻ ഇതിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ലൈനിൽ കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അലിറ്ററേഷൻ. എക്സാമ്പിൾ, ബ്ലാസ്റ്റഡ് ബയർ, ഫെയിൻറ്റ് ആൻഡ് ഫാർ, സഡൻ ഷോട്ട്. കണ്ടോ, അതിൽ ആ വേർഡ്സിൻ്റെ ഓരോ വേർഡ്സും തുടങ്ങുന്നത് സെയിം ലെറ്റേഴ്സിലാണ്. ആ ലെറ്റേഴ്സ് കോൺസണൻറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് അലിറ്ററേഷൻ. ഇനി വവൽ സൗണ്ട്സ് ആണ് ഓരോ വേർഡ്സിൻ്റെയും ആദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് അസൊണൻസ്. ഇറ്റ് ഗീവ്സ് എ സൂത്തിങ് ഇഫക്റ്റ് ആസ് ഇറ്റ് സൗണ്ട്സ് സോ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ടു ദ ഇയർ. ഇറ്റ് ഗീവ്സ് എ സൂത്തിങ് ഇഫക്റ്റ്. സൂത്തിങ് മീൻസ് വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് തരുന്നു. ആസ് ഇറ്റ് സൗണ്ട്സ് സോ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ടു ദ ഇയർ. നമ്മുടെ ചെവിക്ക് വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ട് തോന്നുന്നത് കൊണ്ട്. അനദർ നോട്ടബിൾ പോയിന്റ് അബൌട്ട് ദ പോയം ഈസ് ദാറ്റ് ഇറ്റ്സ് 3 stanzas ആർ നോട്ട് ഓഫ് ഈക്വൽ ലെങ്ത്. മറ്റൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ പോയമിൻ്റെ 3 സ്റ്റാൻസയും ഒരേ ലെങ്ത് അല്ല. ദേ ആർ നോട്ട് ഓഫ് ഈക്വൽ ലെങ്ത്. The last one is shorter than the previous 2 stanzas. Last stanza മറ്റു രണ്ടെണ്ണത്തിനേക്കാളും വളരെ ഷോർട്ടാണ്. The poem is full of visual, auditory and kinesthetic imagery. ഈ പോയം മുഴുവനും വിഷ്വൽ ഇമേജസ് ആണ്. ഓഡിറ്ററി ഇമേജസ്, വിഷ്വൽ മീൻസ് കാണാവുന്നത്, ഓഡിറ്ററി കേൾക്കാവുന്നത്, കിനെസ്തെറ്റിക് മൂവ് ചെയ്യുന്ന, അങ്ങനെയുള്ള ഇമേജറീസ് ദാറ്റ് ഈസ് പിക്ചേഴ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഞാൻ ഈ പോയമിൻ്റെ പോയം അനാലിസിസ് അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. The world today is full of problems and one reason for them is our disregard for nature. നമ്മുടെ ഈ ലോകം മുഴുവനും പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഒരു കാരണം നമ്മൾ പ്രകൃതിയെ അത് വേണ്ട രീതിക്ക് പരിഗണിക്കുന്നില്ല. We are destroying the beauty of nature. നമ്മൾ ഈ പ്രകൃതിയുടെ മനോഹാരിതയെ തന്നെ നശിപ്പിക്കുകയാണ്. In this poem, Longfellow stands comparison to the greatest nature poet William Wordsworth. ഈ പോയമിൽ നമ്മുടെ പോയറ്റ് ലോങ്ഫെല്ലോ, അദ്ദേഹത്തെ നമുക്ക് ലോകത്തിൽ തന്നെ ഗ്രേറ്റസ്റ്റ് നേച്ചർ പോയറ്റ്, പ്രകൃതിയുടെ പോയറ്റായ വില്യം വേർഡ്സ്വർത്തുമായിട്ട് കമ്പയർ ചെയ്യാം. ദ ഹൈ പ്രീസ്റ്റ് ഓഫ് നേച്ചർ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് ഹൈ പ്രീസ്റ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഒരു വലിയ പ്രീസ്റ്റ്. ലൈക്ക് വേർഡ്സ്വർത്ത്, Longfellow wants us to return to nature and enjoy its superb sights, melodious sounds and exquisite movements. വേർഡ്സ്വർത്തിനെ പോലെ ലോങ്ഫെലോയും നമ്മോട് ആവശ്യപ്പെടുന്നത് വി മസ്റ്റ് റിട്ടേൺ ടു നേച്ചർ, നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകണം. എൻജോയ് ഇറ്റ്സ് സൂപ്പർബ് സൈറ്റ്സ്, അതിൻ്റെ വളരെ മനോഹരമായ സൈറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യണം. മെലോഡിയസ് സൗണ്ട്സ്, വളരെ മനോഹരമായ ആ ശബ്ദങ്ങൾ. ആൻഡ് എക്സ്ക്യൂസിറ്റ് മൂവ്മെൻറ്റ്സ്, വെരി ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. അപ്രീസിയേഷൻ നോട്ട്സ് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എക്സാമിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ എഴുതാനാണ്. ചിലപ്പോൾ ഒരു അൺനോൺ പോയം തന്നതിന് ശേഷം അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയം, ഈ പോയമായിട്ടോ ഏതെങ്കിലും ഒരു പോയമായിട്ട് കമ്പയർ ചെയ്യാൻ ചോദിക്കാം.
അല്ലെങ്കിൽ 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കാം. അപ്രീസിയേഷൻ്റെ ഈ നോട്ട്സും അതുപോലെ തന്നെ ആ പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോയും കേട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ പോയം റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഷുവറായിട്ടും എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ലെസൺ ബേസ് ചെയ്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ബൈ ബൈ.